എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒന്നും കാണിക്കുന്നില്ല, അധികമായിട്ട് ഒന്നും അരിഞ്ഞൊന്നും വെച്ചിട്ടില്ല, എല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇത് റവ ദോശയ്ക്ക് ഉള്ള കൂട്ടാണിത്. റവ നമ്മൾ കുറച്ച് ഒരു 30 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം. വെള്ളം ഒഴിച്ച് കുതിർത്ത് അതിൻ്റെ കൂടെ 2 സ്പൂൺ തൈര് ഒഴിച്ച് ഉപ്പ് ഇട്ട് കുതിർത്ത് വെക്കണം. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ നല്ലോണം കുതിർന്ന് നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ക്യാരറ്റ്, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, സവാള എല്ലാം ഇട്ട് അരിഞ്ഞ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കടുക് വറുത്ത്, ജീരകവും കടുകും ഒരു വറ്റൽമുളകും വറുത്ത് ഇതിലോട്ടിടണം. കണ്ടില്ലേ? എന്നിട്ട് ഈ റവ എത്ര എടുത്തോ അതിൻ്റെ ഇരട്ടി വെള്ളം, വെറും നമ്മൾ മോരൊക്കെ കാച്ചത്തില്ലേ അതേ കണക്കുള്ള വെള്ളത്തിലായിരിക്കണം ഇത് എടുക്കണ്ടേ. ഉപ്പ് ഇട്ട് സോഡാപ്പൊടി അങ്ങനെ ഒന്നും വേണ്ട. ഇത് നല്ല ഗ്ലാസ് ഹോളുള്ള ഒരു ദോശ ആയി വരും. കാണിച്ചു തരാം. ഒരു ചെറിയ ഗ്ലാസ് എടുക്കണം. ചെറിയ ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കലക്കണം. കണ്ടോ? ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കണം. ആക്കി റവ ഇതിനകത്തോട്ട് വരും. വെള്ളം പോലെ ഇരിക്കും, മോര് വെള്ളത്തിനാണ് കരിയണം. എന്നിട്ട് എണ്ണയൊന്നും തടവണ്ട. കണ്ടേ? ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ? ഇതേപോലെ ഇരിക്കും. നല്ല ടേസ്റ്റ്. അതിനകത്ത് നെയ്യ് ഒഴിക്കുന്നവർക്ക് നെയ്യ് ഒഴിക്കാം, പച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് പച്ചെണ്ണ ഒഴിക്കാം, ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. നല്ല കരിമുരാന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഹോള് പോലെ ദോശ ഇങ്ങനെ ആയി വരും. കണ്ടില്ലേ? ഇതിങ്ങനെ ചുട്ട് എടുക്കുക. ഒരാളൊരു 5-6 എണ്ണം കഴിക്കേണ്ടി വരും. അത്രയ്ക്ക് നൈസായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. റവ വെള്ളം ഒഴിച്ച് കുതിർത്ത് അതിനകത്ത് 2 സ്പൂൺ തൈര് ഒഴിച്ച് അതിനകത്ത് ക്യാരറ്റ്, പച്ചമുളക്, സവാള, മല്ലിയില, കറിവേപ്പില എല്ലാം ഇട്ട് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം പോലെ നമ്മൾ മോരും വെള്ളം കുടിക്കുന്നതാണ് കാക്കി വെച്ചിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ പൊക്കി ഇതിനകത്തങ്ങ് ഒഴിച്ചാൽ മാത്രം മതി. ചെറിയൊരു ഗ്ലാസ്സിനകത്ത് മുക്കുക, ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ഇഞ്ചി ഇടണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി പൊടിച്ച് കൊത്തി ഇടാം. ഇഞ്ചി ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഇടണ്ട. പിന്നെ അതേ കണക്ക് തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിങ്ങനെ കലക്കാം. ഒരു ചെറിയ ഗ്ലാസ് എടുക്കണമെന്നേ ഉള്ളൂ. ചെറിയ ഗ്ലാസ് കണ്ടേ ഇതേ കണക്കിരിക്കും. ജീരകം ഇടണം. പെരിഞ്ജീരകം ഇഷ്ടമുള്ളവർക്ക് പെരിഞ്ജീരകം ഇടാം. പക്ഷേ ക്യാരറ്റൊക്കെ അരിയുന്നതെന്ന് വെച്ചാൽ ചെറുതായിരിക്കണം. കുഞ്ഞായിട്ട് മാത്രമേ ഈ ക്യാരറ്റൊക്കെ അരിയാവൂ. പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിയണം. കണ്ടില്ലേ? അത് കിടക്കുന്നുണ്ടല്ലേ? എന്നിട്ട് ജീരകവും കടുകും വറുത്ത്, എള്ളുണ്ടെങ്കിൽ എള്ള് വറുത്ത് കോരിയിടാം, ഇഷ്ടമുള്ളത് വറുത്ത് കോരിയിടാം. എന്നിട്ട് ഇതേ കണക്ക് നമുക്ക് ദോശ ചുട്ടെടുക്കാം. കണ്ടില്ലേ? നല്ല കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് സിമ്മിലിട്ട് നല്ലോണം മുരിച്ചെടുക്കണം. ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മളെ ദോശ ഇവിടെ ശരിയായിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ എളുപ്പമൊന്നും ആവത്തില്ല കേട്ടോ. ചുട്ടെടുക്കണമെന്ന് സ്പീഡിനകത്തും ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ ഇതൊക്കെ ചെയ്ത് വെച്ച് പതുക്കെ ചുട്ടെടുക്കണം. അതാണ് ഇച്ചിരി ജോലിയുള്ളതാണ്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നല്ല കരിമുരാന്ന് പറഞ്ഞിരിക്കും, നൈസായിരിക്കും. ഈ റവയാണെങ്കിൽ ഇത്തിരി വേവാൻ ഇത്തിരി പാടുണ്ടായോണ്ട നമ്മളിത് ഇങ്ങനെ സിമ്മിലിട്ടേക്കണം. സിമ്മിലിട്ടിരുന്നാൽ മാത്രമേ ഇത് നല്ലോണം മൊരിഞ്ഞ് വരത്തുള്ളൂ. കഴിക്കാൻ ഭയങ്കര രുചിയാണ്. തേങ്ങാ ചമ്മന്തി, വെള്ള ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ഞാൻ ഒഴിക്കാൻ പോയാൽ കുറച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. പൊക്കി അങ്ങ് ഒഴിക്കുക. നല്ല ഹോളായിട്ട് ഇങ്ങനെ വീഴും. ഇത് നല്ല സൈഡെല്ലാം മൊരിയുമ്പോൾ ഇത് പതുക്കെ വേവത്തോളൂ. കുറച്ച് നേരം ഇങ്ങനെ ഇട്ടിരുന്നിട്ട് സിമ്മിലാക്കി ഇട്ടിരുന്ന് പതുക്കെ വേവിച്ചെടുക്കണം. അല്ലാതെ പെട്ടെന്ന് ഇത് ആക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇച്ചിരി ജോലിയുണ്ട്. ആദ്യമേ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല തീ കൂട്ടിയിട്ടേക്കണം. തീ കൂട്ടിയിട്ട് ഈ റവയെല്ലാം നല്ല വെന്തതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അറിയാൻ പറ്റുമ്പം അത് സിമ്മിലാക്കിയിട്ടിരുന്നാൽ അത് പതുക്കെ വെന്തിരിക്കും.
ആൾ കഴിക്കാൻ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെക്കണം. ആൾ വന്നിരുന്ന് കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് താമസം വരും. കാരണം റവ വേവാൻ ഭയങ്കര പാടാണ്, കഴിക്കാനും ഭയങ്കര രുചിയുമാണ്. ഇതിൻ്റെ പേര് റവ നീർദോശ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിനകത്ത് ഇടേണ്ട സാധനങ്ങൾ: ചെറുതാക്കി കട്ട് ചെയ്ത ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, സവോള, കറിവേപ്പില, മല്ലിയില, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് വറുത്ത് അതിനകത്ത് ജീരകം പൊട്ടിച്ച് തട്ടി ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇത് കണക്ക് ഈ വെള്ളം മോരും വെള്ളത്തിൻ്റെ കണക്കാക്കിയിട്ട് ഇത് ഒരു ഗ്ലാസ്സിനകത്ത് എടുത്തിട്ട് ഉയർത്തി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഹോളായിട്ട് വരും. അപ്പോൾ കുറച്ച് താമസം വെച്ച് വേവിച്ചെടുക്കണം. ഇതെടുക്കാം, കണ്ടില്ലേ? തിരിച്ചിടുമ്പോൾ തീ കൂട്ടണം. കുറച്ച് നല്ല മുരിഞ്ഞ് നല്ല സൗണ്ട് മാറുമ്പോൾ തീ കുറച്ച് സിമ്മിലിടണം. ഉണ്ട്, ഇത്രയും നേരമായിട്ട് 2 എണ്ണം ആയതേ ഉള്ളൂ. ഇനി ഒഴിച്ചു കൊടുക്കണം. പൊക്കി ഗ്ലാസ്സിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അന്നേരം നല്ല ഹോള് വീഴും. നമ്മുടെ ദോശ ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ദോശ ഉണ്ടാക്കാൻ നല്ല ക്ഷമ വേണം കേട്ടോ. ഈ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദോശ ചുട്ടെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പാടാ, എളുപ്പം ചുട്ടെടുക്കാൻ പറ്റത്തില്ല. നല്ല ക്ഷമയോടുകൂടി നിൽക്കണം കുറച്ച് നേരം. അടുത്ത ജോലി നമുക്ക് ചെയ്യാം. ഈ ദോശ ചുട്ടാൽ നമുക്ക് പോയി തൂത്ത് ഒക്കെ വാരിയിട്ട് വന്നാൽ ഈ ദോശ അങ്ങനെ റെഡിയായി വരുത്തതേ ഉള്ളൂ. അത്രയ്ക്ക് പാടാണ് റവ ദോശ എന്ന് പറയുന്നത്. വേവാൻ ഇത്തിരി താമസം, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ടേസ്റ്റോ ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാൻ. ചമ്മന്തിയും കൂട്ടി വേറെ ഒന്നും വേണ്ട, വെറും വെള്ളച്ചമ്മന്തി മാത്രം മതി. ഇങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുത്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ റവദോശ ഇവിടെ ശരിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത്തിരി പാടാണെങ്കിലും കഴിക്കാൻ നല്ല രുചിയാണ്. കണ്ടില്ലേ, നല്ല ഗ്ലാസ് കണക്കിരിക്കും, നല്ല ടേസ്റ്റുമാണ്. അതിന് ഈ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ, വെറും തേങ്ങാ ചമ്മന്തി. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് ചതച്ച് കടുക് വറുത്ത് ഇതേ കണക്ക് ഇരിക്കണം. ഉപ്പിട്ട് അരച്ചാൽ മാത്രം മതി. ഇങ്ങനെ ഇരിക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്ക് അയക്കണം. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം.